ടയറാണെങ്കിൽ പിന്നെ ടയർ ബേസ്റ്റ് ആയിട്ട് അറിയാം, അതിന്റെ കാര്യങ്ങളൊക്കെ അറിയാം. മാത്രമല്ല കാർ അങ്ങനെ പല വണ്ടികളുടെ പാർട്സ് ഉണ്ട്, സ്പാനർ ഉണ്ട്. ഇതൊക്കെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി തട്ടുണ്ടാക്കാനായിട്ട് നമ്മൾ ചെയ്ത വേസ്റ്റ് ടയർ പഴയ ടയർ നമ്മൾ ഇങ്ങനെ യൂസ് ടയർ കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇല്ല, ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. അല്ലാതെ നമ്മൾ വണ്ടികൾ ഉപയോഗിക്കുന്നില്ല. ഒരു കാരണവശാലും വാഹനങ്ങൾ ഉപയോഗിക്കരുത്. കാരണം ഈ ഇങ്ങനെ ചെത്ത ടയർ ആണെങ്കിൽ പിന്നെ ടയർ ബേസ്റ്റ് ആയിട്ട് അറിയാം, അതിന്റെ കാര്യങ്ങളൊക്കെ അറിയാം. ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യും ഉറപ്പായിട്ടും. കാരണം ഇങ്ങനെ വേണം ചെയ്യാൻ. കാരണം വണ്ടിയിലേക്ക് പോകുന്നത് ഒരു പരിധി വരെ ഒഴിവാക്കുമല്ലോ. അപ്പം നിങ്ങൾ ചെയ്തത് മാതൃകാപരമാണിത്. ഇങ്ങനെ ആണെങ്കിൽ അതെ, ഞാനിപ്പോ വണ്ടികളുടെ പാർട്സുകളിൽ എന്തെങ്കിലും ഒരു ആർട്ട് കണ്ടെത്തി അതിനെ ഞാൻ യൂസ്ഫുൾ ആക്കി എടുക്കത്തുള്ളൂ. അല്ല വണ്ടികളിലോട്ട് ഉപേക്ഷിച്ച സാധനങ്ങൾ പുതിയതായിട്ട് വണ്ടിയിലോട്ട് കയറ്റാറില്ല. ഇതാണ്ട് അടുത്ത സാധനം ഇതൊക്കെ നമ്മുടെ സൈക്കിളിന്റെ ഇവിടുത്തെ ചെയർ ആയത്. കൊള്ളാം. പിന്നെ ഞാൻ കളക്ട് ചെയ്ത പാർട്സുകളെല്ലാം കണ്ട് ഇതിനകത്തുണ്ട് കേട്ടോ. അല്ലാതെ വിൽക്കാനുള്ളതല്ല, അതെ ഇതിലിരിപ്പുണ്ട് കളക്ട് ചെയ്ത പാർട്സുകൾ. ഇതിൽ ഒരുമാതിരിപ്പെട്ട വണ്ടികളുടെ എല്ലാ പാർട്സുകളും ഉണ്ട്. ഇത് ബൈക്ക് മാത്രമല്ല, കാർ അങ്ങനെ പല വണ്ടികളുടെ പാർട്സ് ഉണ്ട്, സ്പാനർ ഉണ്ട്. ഇതൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചേക്കുന്നതൊക്കെ ഇവിടെ ഇങ്ങനെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയാണ്. അല്ലാതെ നമ്മൾ വണ്ടികൾക്കൊന്നും ഉപയോഗിക്കുന്നില്ല. ഇതോ ഈ സൈഡോ? ഇത് ബുള്ളറ്റിന്റെ ചെയിൻ എല്ലാം കൂടെ കൂട്ടി ഇത് സ്വിഫ്റ്റിന്റെ ടൈമിംഗ് ചെയിൻ. അതെ, ക്ലച്ചിന്റെ പ്രഷർ പ്ലേറ്റ്, സ്പ്രിങ്സ്, ഗിയർ വീൽസ് ഉണ്ട്, സ്പാനർ ഉണ്ട്, ഷോക്ക് സ്റ്റാർട്ടിംഗ് കോയില്, ഗിയർ. അതെ അതെ, ഇതൊക്കെ